ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുലിൻ്റെ 2021 മോഡൽ B6 ഇഞ്ചക്റ്റഡ് ഫ്യൂൽ സിസ്റ്റം സെൻസർ, അതായത് ഏറ്റവും പുതിയ മോഡലിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 2018 മോഡൽ പ്രീമിയം BS4 കാർബറേറ്റർ അടങ്ങിയ CNG ഓട്ടോറിക്ഷയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് അതുപോയി ഒന്ന് കാണാവുന്നതാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതുലിൻ്റെ ഏറ്റവും പുതിയ CNG ഓട്ടോറിക്ഷ അതുൽ ജെം 2021 മോഡൽ. ഇത് ഏതാണ്ട് 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഓട്ടോറിക്ഷയുമായി വന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ആളാണ്. അപ്പോൾ എൻ്റെ ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ പറ്റും ആരാണെന്ന്. അത് നമുക്കൊന്ന് കണ്ടോക്കാം. ബാ. നസീറിനെ പരിചയം ഉണ്ടല്ല, എല്ലാവർക്കും നസീറിനെ പരിചയം ഉണ്ടാവില്ല. 2018 മോഡൽ അതുലിൻ്റെ റിവ്യൂ എടുത്തത് നസീറാണ്. അപ്പം നസീർ വേറൊരു അതുലും കൂടി എടുത്തിട്ടുണ്ട്. അത് നസീറിൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയാണ്. അപ്പം നസീർ ബാക്കിയുള്ള കാര്യങ്ങൾ നസീർ പറയും. ഞാൻ ഈ വണ്ടി എടുത്ത് എനിക്ക് ഓടാൻ വേണ്ടിയല്ല, എൻ്റെ ഫാദറിന് ഓടാൻ വേണ്ടിയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞു എനിക്ക് ഒരു വണ്ടി ഓടാനായിട്ട് ഒരു പുതിയ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടിലൊന്നും ആലോചിച്ചില്ല. കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി 2018 BS4 ആണ്. അപ്പോൾ അതിൻ്റെ ഓടി 1,20,000 കിലോമീറ്ററോളം ആ വണ്ടി ഓടിയിട്ടുണ്ട്. 1,20,000 ഓടിയില്ലേ? അന്ന് നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ 98 അപ്പോൾ 1,20,000 കിലോമീറ്റർ ഓടിയ എക്സ്പീരിയൻസ്. ഒരു കാര്യം, അതിനുശേഷം വേറെ വല്ല കംപ്ലൈൻറ്റ് വല്ല വണ്ടിക്ക് വന്നിട്ടുണ്ട് അതുലിന്? അതിനുശേഷം വണ്ടി കംപ്ലൈൻറ്റ് അല്ല, വണ്ടിയുടെ ക്ലച്ച് പണിത് ഒരു പ്രാവശ്യം അല്ലേ? 1,00,000 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് ക്ലച്ച് പണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാ ഓയിൽ ചേഞ്ച് അല്ലാതെ വേറെ പണിയൊന്നും വന്നിട്ടില്ല.
ഓക്കെ ഇത് കണ്ടിന്യൂ ചെയ്തു, നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ 1,20,000 കിലോമീറ്റർ ഓടിയ എക്സ്പീരിയൻസ് വെച്ച് പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. കാരണം എനിക്ക് കൂടുതൽ ബെനിഫിറ്റുള്ള വണ്ടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാൻഡ് സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അല്ലാത്ത വസ്തുക്കൾ ഏത് ബ്രാൻഡ് ഐറ്റം ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കതിൽ കൂടുതൽ ഗുണകരവും അതിൽ കൂടുതൽ തൃപ്തിയും സംതൃപ്തിയും അത് നമുക്ക് കൂടുതൽ കംഫർട്ടബിളും ആണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ കൂടി ഒരു ഒരെണ്ണത്തിൻ്റെ കൂടി ആവശ്യകത വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ മുനീറാണെങ്കിലും ഞാനായാലും കമ്പനിയുടെ ബ്രാൻഡ് തന്നെ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ അതുപോലെ ഞാൻ ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കൂടുതൽ ഗുണകരവും എനിക്ക് കൂടുതൽ ബെനിഫിറ്റും എനിക്ക് കൂടുതൽ സംതൃപ്തിയും ആയതുകൊണ്ട് രണ്ടാമതൊരു വണ്ടി എടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല, നേരെ അതിൽ പുതിയ BS4 വണ്ടി എടുത്തു. അപ്പോൾ എന്നാലും നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നസീറിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? 2018 BS4 ഓടിച്ചപ്പോൾ ചെറിയൊരു വലിക്കുറവുണ്ട്, കയറ്റം കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് നസീർ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ അതുലിൻ്റെ ഓട്ടോ ഓടിച്ചിട്ട് എങ്ങനെയാണ് നസീറിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇപ്പോൾ പഴയ BS4 ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു 1,500 ഒരു 10,000 കിലോമീറ്റർ വരെയൊക്കെ വലിയിലൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ടായി. പിന്നെ ഒരു 40,000 കിലോമീറ്റർ ആയപ്പോൾ വലിയുടെ പ്രോബ്ലം മാറി. ഈ വണ്ടി ഇപ്പോൾ എടുത്ത് 5,000 കിലോമീറ്റർ ആയിട്ടുള്ളെങ്കിലും ഞാൻ എടുത്ത് ഒരു 1,000-1,500 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓടിച്ചപ്പോഴും വലിയ മറ്റു വണ്ടീനെക്കാളും നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. വലിയിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഓടിക്കാൻ കുറച്ച് കംഫർട്ടബിളാണ്. പിന്നെ വേറെ പ്രത്യേകത നമ്മുടെ BS4 ഒടി കുറവാണ്. ഇപ്പോൾ ചെറിയ വഴിയിലേക്കായിട്ട് തിരിയാനായിട്ട് അത് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ റിവേഴ്സ് വെച്ച് ഫോർവേഡ് റിവേഴ്സും വെച്ചിട്ടാണ് നമ്മൾ വളച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് ഈ നല്ല സ്മൂത്തായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഒടിവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിച്ച് വളച്ചെടുക്കാം. എന്തായാലും വലിയ കാര്യത്തിൽ കമ്പനി കുറച്ചുകൂടി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒടിയുടെ കാര്യത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്? ബോഡിയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. അതായത് ഒന്നാമതായി ഈ ബാറ്ററിയുടെ ഈ ഭാഗത്ത് ആണ് മറ്റേ BS4 ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കുറവായിരുന്നു. അപ്പോൾ ഇവിടെ ഇടുങ്ങിയ പോലെ ആയിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ബാറ്ററി എടുത്ത് അവർ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ സൈഡിലേക്ക് ഫിറ്റ് ചെയ്ത് അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് സ്പേസ് കിട്ടി. പിന്നെയുള്ളത് ഈ വണ്ടിയുടെ ഫ്യൂവൽ വാണിംഗ് മീറ്റർ എന്ന് പറഞ്ഞ ചെറിയ ബോക്സ് ഉണ്ട്, ഫ്യൂവലിൻ്റെ ഇത് കാണിക്കുന്ന. അത് ആ ബോക്സിൻ്റെ ലൈറ്റ് എടുത്ത് അവർ നേരെ ഈ മീറ്ററിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ വണ്ടിയുടെ വലിപ്പം, അതായത് മറ്റ് പഴയ വണ്ടീനെക്കാട്ടിയും കുറച്ചുകൂടി ബോഡി സ്പേസ് ഉണ്ട്. അതൊക്കെ ബോഡി മറ്റേ വണ്ടീനെക്കാട്ടിയും കുറച്ചും കൂടി വലിപ്പം കൂടി. അപ്പോൾ നമുക്ക് ഇവിടെ മറ്റേ വണ്ടിയിൽ 4 പേരിയ്ക്കുമ്പോൾ വണ്ടി തിങ്ങിപ്പോകുമെങ്കിൽ ഇതിനകത്തൊരു 4 പേരിയ്ക്കുമ്പോൾ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ബാക്കിലാണെങ്കിൽ ലഗേജ് സ്പേസ് കൂടുതലുണ്ട്. ആ ലഗേജ് സ്പേസ് മറ്റേ വണ്ടീനെക്കാട്ടി കുറച്ചും കൂടി ലഗേജ് സ്പേസ് ഉണ്ട്. കാരണം വണ്ടിയുടെ വലിപ്പം കൂടി കാരണം വണ്ടിയുടെ ലഗേജ് സ്പേസും പിന്നെ ഇരിക്കാനുള്ള സീറ്റിൻ്റെ വലിപ്പം കൂടി. പിന്നെ നസീറിൻ്റെ മൈലേജ് എങ്ങനെ? മൈലേജ് ഇപ്പോൾ എത്ര ഇട്ടുണ്ട്? മൈലേജ് ഇപ്പോൾ പറഞ്ഞ കമ്പനി പറയുന്നത് 45 ഇപ്പോൾ നമ്മൾ ഓടി 5,000 കിലോമീറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ 36-35 മൈലേജ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഓടി ഒരു 15,000-20,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലുള്ളൂ നമുക്ക് മൈലേജിനെ പറ്റി കറക്റ്റായിട്ടുള്ള ധാരണ കിട്ടുള്ളൂ. നസീർ, ഞാനൊരു കാര്യം പറ്റാം, മൈലേജിൽ യാതൊരു ഇതും വേണ്ട. മൈലേജ് എന്തായാലും കമ്പനി പറഞ്ഞത് അത്ര 45 അല്ലേ? 45. ഒരു 10,000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ എന്തായാലും 45 കിട്ടും. ഈ CNG വണ്ടിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പനി പറയുന്ന മൈലേജ് അത് ആ വണ്ടിക്ക് കിട്ടിയിരിക്കും. അതാണ് CNG വണ്ടിയുടെ പ്രത്യേകത. പൊതുവായിട്ട് BS6ൻ്റെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറയാമോ? പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ BS4 ഉപയോഗിച്ചുകൊണ്ട് 3 വർഷമായി BS4 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ BS4ൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഈ ഇഞ്ചിനിൽ ഉള്ള ഈ BS6-നുള്ളത്. അതായത് ഇഞ്ചിനിൽ വലിയ മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. ആകെപ്പാടെ വരുത്തിയ മാറ്റം എന്ന് പറയാനുള്ളത് ഇതിന് കാർബറേറ്ററാണ്. ഇത് കാർബറേറ്റ് പ്ലസ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് അവർ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിനിലെ പഴയ BS4ൻ്റെ അതേ വലിപ്പവും അതേ പവറും അതേ CC ഒക്കെ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അതേ അധികം വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ ആണ് അവരിത് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഇഞ്ചിൻ CC 198.6 CC. ആ CC തന്നെ, അതിൻ്റെ പവറൊക്കെ അത് തന്നെയാണ്. ഫ്യൂവൽ സിസ്റ്റത്തിനായിട്ട് കുറച്ച് വലിയ കിട്ടുന്നുണ്ട്. പിന്നെ കയറ്റമൊക്കെ കയറാനായിട്ട് മറ്റേ വണ്ടീനെക്കാട്ടിയും ബുദ്ധിമുട്ടില്ലാതെ കയറി പോകും. വണ്ടി ഉപയോഗിച്ചിട്ട് 100% നസീർ ഹാപ്പിയാണോ?
തീർച്ചയായും ഞാൻ 100% ഞാനല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വാപ്പയാണ് കൂടുതൽ ഓടിക്കാറ്. എന്നാലും ഞാൻ പൂർണ്ണമായും ഹാപ്പിയാണ്. കാരണം മറ്റേ വണ്ടി അതേ സിസ്റ്റം ആയതുകൊണ്ട്, മറ്റേ വണ്ടിയിൽ പൂർണ്ണമായിട്ട് തൃപ്തനും ഹാപ്പി ആയതുകൊണ്ട്, ഈ വണ്ടി അതേ സിസ്റ്റം തന്നെ ആയതുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഹാപ്പിയാണ്. ഈ വണ്ടിയുടെ ഡിക്കി തുറക്കുന്നത് ഇത് ലോക്ക് സിസ്റ്റമാണ്. മറ്റേ വണ്ടിയുടെ പ്രസ്സിങ് അല്ല. പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററി ഈ ഭാഗത്തായിട്ടാണ് അവർ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാറ്ററിൻ്റെ അകത്താണ്. ഈ 4 ബോൾട്ട് അഴിച്ചാലേ ബാറ്ററി എടുക്കാൻ പറ്റുള്ളൂ. അതായത് ബാറ്ററി എടുക്കണമെങ്കിൽ ആദ്യം ഈ സ്റ്റെപ്പിന് അഴിക്കണം. കാരണം സ്റ്റെപ്പിന് പഴയ പോലെ തന്നെ അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററി ഈ ഭാഗത്താണ്. ബാറ്ററി എന്തായാലും കമ്പനി സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പെട്ടെന്നൊന്നും ആരും എടുത്തൊന്നും പോവില്ല. ഇതിൻ്റെ എൻജിൻ CC വരുന്നത് 198.6 CC. എയർ കൂൾഡ് ആൻഡ് ഓയിൽ കൂൾഡ് 4 സ്ട്രോക്ക് BS6 എൻജിൻ. ഇതിന് കാർബറേറ്ററാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് CNG വന്ന് കാർബറേറ്ററിൽ നിന്നും ഇഞ്ചക്റ്റഡ് വഴിയാണ് എൻജിനിലേക്ക് CNG എത്തുന്നത്. എൻജിനിൽ 2 തരത്തിലുള്ള കൂളിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് എയർ കൂളറും രണ്ടാമതായിട്ട് വരുന്നത് ഓയിൽ കൂളറുമാണ് വരുന്നത്. ഈ കാണുന്നതാണ് ഓയിൽ കൂളറിൻ്റെ ഭാഗം. BS6നെ BS4ൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് ECU അഥവാ ഇലക്ട്രിക് കൺട്രോൾ യൂണിറ്റ്. ഇത് വന്നതോടുകൂടി ഇഞ്ചിൻ്റെ പെർഫോമൻസ് കൂടുകയും ഇഞ്ചൻ ഒന്ന് കൺട്രോൾ ആകുകയും ചെയ്തു. ഇതാണ് ECU. ഇത് LPR ലോവർ പ്രഷർ റെഗുലേറ്റർ. എയർ ഫിൽട്ടർ വന്നിരിക്കുന്നത് കുറച്ച് മുകളിലേക്കായിട്ടാണ്. മഴക്കാലത്ത് വളരെയധികം ഉപകാരപ്പെടും. റിലേ ബോക്സ്, എല്ലാ ഫംഗ്ഷൻ്റെ റിലേയും ഇതിലാണ് വച്ചിരിക്കുന്നത്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ അറിയാവുന്നവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് പുതിയ മോഡൽ അതുലിനെ പറ്റി നസീറിന് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ.